ഈ നേരം അനിയത്തി അച്ഛൻ എന്തോ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ കഞ്ചാവ് അടിച്ചതുപോലെയോ വലിയ സെയ്ത്താൻ കൂടിയതുപോലെയോ ഉള്ളൊരവസ്ഥയിലിരിക്കുകയാണ്. ഒരു റിയാക്ഷനും ഇല്ല. ഈ നേരത്ത് ഹീറോ പ്ലേ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ടീച്ചർ പറയും, നിങ്ങളുടെ അനിയത്തി വന്ന് നിങ്ങളാണ് പറഞ്ഞു വിട്ടെ എന്ന് പറഞ്ഞിട്ട് മോളെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞല്ലോ, നേരത്തെ കൊണ്ടുപോയി കഴിഞ്ഞു. അവള് മോളെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ നേരം അപ്പനും അമ്മയും പ്രേതം തല്ലിയതുപോലെ ഇരിപ്പുണ്ട്, ഒന്നും പറയാതെ. അപ്പൊ മോള് ചേട്ടൻ എന്നെ ഇഷ്ടപ്പെടാത്ത ഒരു പക്ഷേ സ്വത്തിന്റെ ഒരു പങ്ക് ഞാൻ കൊണ്ടുപോയാലോ എന്ന് വെച്ചിട്ടായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, സ്വത്തെല്ലാം തന്നെ കുഞ്ഞുമോളുടെ പേർക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ പിന്നെ അവന് സംശയം ഉണ്ടാവില്ല. എനിക്ക് സ്വത്ത് വേണ്ട ആവശ്യമില്ല, അവന് സന്തോഷമാവുകയും ചെയ്യും, നമ്മളെല്ലാവരും ഹാപ്പി ആവില്ലേ. ഇത് കേട്ട് അപ്പം പറയുന്നുണ്ട്, അതെ അതൊരു നല്ല വഴിയാണെന്ന്. അങ്ങേരുടെ മൂക്കിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടാവും. ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആണിയടിച്ചതുപോലെ അപ്പനും അമ്മയും ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുക. മറ്റേ ജോലിക്കാര് രണ്ടുപേരും സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ ഹീറോ തന്റെ മോൾ എവിടെയാന്ന് ചോദിക്കും. അനിയത്തി, അവള് മുകളിലുണ്ടല്ലോ, എന്താ കുഴപ്പം, ചെന്ന് കണ്ടോളൂ എന്ന് പറയും. ഹീറോ മുകളിൽ ചെന്ന് മോളെ കാണുമ്പോൾ മോള് ദേഷ്യത്തിലിരിക്കുക. എന്തു പറ്റി മോളെ, എന്താ സംഭവിച്ച്? മോള് പറയും, അപ്പൻ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ, ഞാൻ കേട്ടു അമ്മ മരിച്ചു എന്ന്. അമ്മ ഇനി തിരിച്ചു വരില്ല എന്ന്. അമ്മയെ കൊണ്ട് തിരിച്ചു വരാൻ കഴിയില്ല. തിരിച്ചു വരാൻ പറ്റാത്ത സ്ഥലത്തേക്ക് അമ്മ പോയി. നിങ്ങൾ എന്നെ പറ്റിച്ചു, നുണ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ നുണക്കാരനാണ് ഞാൻ ഈ അവസ്ഥയിലായത്. നിങ്ങൾ എൻ്റെ അച്ഛനല്ല. എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. മരിച്ചോ, നിങ്ങളും ചെന്ന് മരിച്ചോ, എനിക്ക് വേണ്ട, നിങ്ങളെ കാണണ്ട, പൊയ്ക്കോ, ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോ എന്ന് പറഞ്ഞ് മോള് ദേഷ്യപ്പെടുന്നു. തന്റെ കുടുംബത്തിന് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു, ഇതിനെല്ലാം കാരണക്കാരി അവളാണെന്നും പറഞ്ഞ് ഹീറോ ഓടി വന്ന് അനിയത്തിയെ പിടിച്ച് അവൾക്കൊരു തല്ലും കൊടുത്തിട്ട്, സത്യം പറയടി, നീ ആരാണ്, നീ എന്തിനു വന്നു, നീ എന്താണ് എൻ്റെ കുടുംബത്തോട് ചെയ്തിരിക്കുന്നത്? ഇത് കണ്ട് അമ്മ അങ്ങോട്ട് വന്നിട്ട്, നിനക്ക് എത്ര ധൈര്യമുണ്ടടാ അവളെ തല്ലാൻ, അവൾ എൻ്റെ മോളാണ്, നിനക്ക് ബോധമില്ലേ? ഹീറോ പറയും, ഇവള് നിങ്ങളുടെ മോളല്ല, നിങ്ങളുടെ എല്ലാം ബോധം നഷ്ടപ്പെട്ടോ? ഇത് കേൾക്കുമ്പോൾ അമ്മ, നീയായിരുന്നു ഇത്രയും കാലമായിട്ട് എനിക്ക് എൻ്റെ മോളെ കൊണ്ടുതരാതിരുന്ന് അവളിലേക്കുള്ള അന്വേഷണത്തെ തടഞ്ഞത് നീയാണ്. എന്തിനു വേണ്ടിയിട്ടാ? പണത്തിന് വേണ്ടിയിട്ടോ? ഈ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പണം നീ ഇപ്പം തന്നെ എടുത്തു കഴിഞ്ഞു. ഇനി നിനക്കൊരു ചില്ലി കാശ് ഞാൻ തരാൻ പോകുന്നില്ല. എത്ര കാലം മോളെ നഷ്ടപ്പെട്ട ഒരു ഭ്രാന്തി തള്ളയായിട്ട് ഞാൻ ജീവിച്ചു, നിനക്കത് കണ്ടില്ല. എൻ്റെ മോളെ തൊടാൻ നിനക്കൊരു അവകാശമില്ല. അവള് നഷ്ടപ്പെടാനുള്ള കാരണം പോലും നീയാണ്, നീ മാത്രമാണ്. നീയാണ് ഈ കുടുംബത്തെ ഇങ്ങനെ ആക്കിയത്. ഇങ്ങനെ അമ്മ പതിവില്ലാത്ത രീതിയിൽ ദേഷ്യപ്പെടുന്നു. അപ്പനാണെങ്കിൽ ഇതൊന്നും കാണാത്ത പോലെ ഒരു കൂസലുമില്ലാതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നാ തനിക്ക് തന്റെ മോളെയും നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോ, മോളെ വാ, ഇവിടെ നിന്ന് പൊക്കളയാം, ഇവിടെ നിൽക്കാൻ പാടില്ല, ഇവിടെ നിന്നാ നമുക്ക് എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കും, വാ മോളെ എന്ന് പറഞ്ഞ് മോളെ പിടിച്ച് വലിക്കാൻ നേരം മോൾ അപ്പന്റെ കൈയിൽ കടിച്ചിട്ട് പുറകിലേക്ക് മാറാൻ ശ്രമിക്കും. അപ്പൻ കൈ കുടയുമ്പോഴേക്കും അവൾ തെറിച്ച് വീണ പെണ്ണ് കരയുക. അനിയത്തി അവൾ എടുത്തോണ്ട് പോകും. മോൾ ഉറങ്ങിയ ശേഷം മോളോട് ക്ഷമ പറയാൻ വേണ്ടി അച്ഛൻ മെല്ലെ മോളുടെ മുറിയിലേക്ക് വരുന്നു. അവൾ കിടന്നുറങ്ങുന്ന കണ്ട് തിരിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങവേ അനിയത്തി അവന്റെ മുന്നിലുണ്ടാവും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. പക്ഷെ നിനക്ക് മാത്രം എന്താണ് പറ്റിയത്? എന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? ഹീറോ ചോദിക്കും, നിനക്ക് എന്താണ് സത്യത്തിൽ വേണ്ടത്? പണമാണോ അതോ പുതിയ ഐഡന്റിറ്റിയോ? അതാദ്യം പറയും, നീ ആരാണ്? ഇത് കേട്ട അനിയത്തി, നിനക്ക് ഇപ്പോഴും സംശയമാണോ ഞാൻ നിന്റെ അനിയത്തിയാണോ എന്ന്? ആ സംശയത്തിന്റെ യഥാർത്ഥ കാരണം ഞാൻ പറയട്ടെ. കാരണം ഞാൻ അനിയത്തി ആയിക്കഴിഞ്ഞാൽ നിനക്ക് എന്നെ അനുഭവിക്കാൻ കഴിയില്ല, എന്നെ സ്വന്തമാക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ നീ എന്നെ ഒളിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നതും എന്നോടൊപ്പം കിടന്നാൽ എങ്ങനെയിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കിയതും. ഇത് കേട്ടുടനെ ഹീറോ ദേഷ്യപ്പെട്ട് അവളുടെ കഴുത്തെ പിടിച്ച് അമർത്താൻ തുടങ്ങും. അവളെ കുറച്ചേരം ശ്വാസം മുട്ടിച്ച് കൈയെടുത്ത് മാറ്റിയിട്ട്, നീ എന്താഗ്രഹിച്ചാണോ ഇതിനകത്തേക്ക് കടന്നുകൂടിയത്, അതെന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനത് നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് തന്റെ മോളുടെ കൂടെ ചെന്ന് കിടക്കും. രാത്രി കുറെ രൂപങ്ങൾ കണ്ടവൻ പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. വീടിന് താഴെ ഹാളിലേക്ക് വരുമ്പോൾ ആ രൂപങ്ങള് ജനാലക്കരിയിൽ നിൽക്കുന്നു. ഇവൻ കിച്ചണിൽ നിന്നൊരു കത്തി എടുത്തിട്ട് ആ രൂപങ്ങളെ തേടി ജനാലക്കരിയിലേക്ക് ചെല്ലും. കർട്ടൻ മാറ്റി നോക്കവേ ആരുമില്ല. അപ്പോഴാണ് ആ പുതിയ ജോലിക്കാരി അങ്ങോട്ട് വരുന്നത്. സാർ ഉറങ്ങിയില്ലേ? ടയേർഡായിരിക്കുമല്ലോ, ചെന്ന് കിടന്ന് ഉറങ്ങിക്കോളൂ. ഇത് കാണുമ്പോൾ ഹീറോ, നീ എന്തിനാണ് എൻ്റെ പാരൻസിന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? നീ അവിടെ എന്ത് ചെയ്യായിരുന്നു? ജോലിക്കാരി പറയും, ഞാൻ എൻ്റെ മുറിയിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്. നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. ഹീറോയ്ക്ക് ആകെ ഡ്രഗ് അടിച്ച അവസ്ഥ. പെട്ടെന്നാണ് തന്റെ കയ്യിൽ കത്തിയിരിക്കുന്നവൻ കാണുന്നത്. പേടിച്ചത് അവൻ താഴെയിടും. താൻ ഇങ്ങനെയൊന്നും അല്ല പെരുമാറിയിരുന്നു. നടക്കുന്നതെല്ലാം സത്യമാണോ തോന്നലാണോ മിഥ്യയാണോ? അപ്പോഴുണ്ട് ഈ ജോലിക്കാരിയുടെ പുറത്തും അനിയത്തിയുടെ പിന്നീ കണ്ട അതേ ടാറ്റു. ഈ സംശയങ്ങളെല്ലാം ഹീറോ ഡോക്ടറെ വിളിച്ച് പറയുന്നുണ്ട്. ഡോക്ടർ പറയും, രാത്രി ഉറക്കത്തി നടക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്, ഇതെല്ലാം ഹാലൂസിനേഷൻസ് ആണ്. പിന്നെ കുട്ടികൾക്ക് മോള് ഹയൂൺ എന്ന് പറയുന്നില്ലേ, കുട്ടികൾ അങ്ങനെ ഇമാജിനറി ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കും ആ പ്രായത്തിൽ. അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട, മരുന്ന് തുടരെ കഴിക്കി, ഈ തോന്നലെല്ലാം മാറിക്കോളും. അപ്പൊ ഹീറോ പറയും, ഞാൻ മരുന്ന് കഴിച്ചോളാം, പക്ഷെ ഞാൻ കണ്ടതെല്ലാം സത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, എൻ്റെ മോളെ എനിക്ക് വേണ്ടി ഇവിടെ അയക്കാതെ നിങ്ങളുടെ ക്ലിനിക്കിൽ തന്നെ വെച്ച് നോക്കിക്കോളൂ എന്ന് പറയും. മോളപ്പോൾ ക്ലിനിക്കിലായിരിക്കും. കോള് കട്ട് ചെയ്യുമ്പോഴേക്കും ഹീറോയുടെ ബോധാവസ്ഥയ്ക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അവന്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നു.
ഈ നേരത്താണ് പോലീസുകാരൻ കാണിച്ച ആ ഫോട്ടോയും ആ മരിച്ച ആളുടെ ഫോട്ടോയും അയാള് ഇവിടെ അടുത്തുള്ള മെക്കാനിക്കൽ റൂമിലാണ് താമസിക്കുന്നതെന്നുള്ളതും ഹീറോയ്ക്ക് ഓർമ്മ വരുന്നു. ഹീറോ നേരെ ആ മരിച്ച ആളുടെ മുറിയിലേക്ക് ചെല്ലുന്നു. അവിടുന്ന് ഒരു പോസ്റ്റർ ഹീറോയ്ക്ക് കണ്ടുകിട്ടുന്നുണ്ട്. ആ പോസ്റ്ററിലെ കൊച്ചിന്റെ പേര് ഹയോൺ എന്നാണ്. മിസ്സിംഗ് ചൈൽഡ് ആണത്, കാണാതായ കുട്ടി ഹയോൺ. ആ പേരാണ് മോള് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നേരത്ത് ഒരു ബ്രോക്കറെ വിളിച്ച്, ഞാൻ നിങ്ങളുടെ വീട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്, നിങ്ങൾ വീടിനകത്തുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് പറയും. ഹീറോ പറയും, ഞാൻ വീടിനകത്തില്ലാന്ന്. പക്ഷെ വീട്ടിൽ നിന്ന് ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നത് കാണാം. ഇവന്റെ ഫ്ളാറ്റിൽ നിന്ന് ഇവൻ ഇറങ്ങിയിട്ട് കുറെ ദിവസമായി. അപ്പൊ ആരാണാവോ ഇവന്റെ ഫ്ളാറ്റിലുള്ളത്? ഉടനെ ഹീറോ ഫ്ളാറ്റിലേക്ക് ചെല്ലുന്നു. അവിടെ അങ്ങനെ വ്യത്യസ്തമായ ഒന്നും കാണുന്നില്ല. ഓരോ മുറിയായിട്ട് പരിശോധിച്ച് ബാത്റൂമിലേക്ക് ചെല്ലുമ്പോണ്ട് ഇവരുടെ ജോലിക്കാരി ബോഡിയായിട്ട് അവിടെ കിടക്കുന്നു. പുറകിൽ നിന്ന് ആരോ ഹീറോയുടെ തലയ്ക്കൊരടി. അവന് ബോധം വരുമ്പോൾ അവനെ കെട്ടിവെച്ചിരിക്കുക. മുഖത്ത് പാടുള്ള ഒരുത്തൻ അവന്റെ മുന്നിൽ നിൽപ്പുണ്ട്. അത് മറ്റാരുമല്ല, തന്റെ ഭാര്യയെ കാറ് കൊണ്ട് ഇടിച്ചവൻ. നീയലടാ എന്റെ ഭാര്യയെ കൊന്നത്, നീ ആരാണ്? സത്യം പറ. അപ്പോൾ അവൻ മെല്ലെ ചിരിച്ചോണ്ട്, ഇമ്മാനുവൽ ചിൽഡ്രൻസ് സെന്റർ, കിം യങ് ഹ്വാങ് സ്പീക്കിംഗ്, നിങ്ങളുടെ അനിയത്തിയെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ചിൽഡ്രൻസ് സെന്റർ ആണെന്നും പറഞ്ഞ് വിളിച്ചത് ഇവനായിരുന്നു. അവൻ പറയും, എനിക്ക് നിന്റെ ഭാര്യയെ കൊല്ലണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് അവൾ ആരാണെന്ന് പോലും അറിയാൻ പാടില്ല. ജീവിതമാകുമ്പോൾ ഇങ്ങനെ നെഞ്ചു പൊട്ടുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും. എന്നാൽ നിനക്ക് ഞാൻ തന്ന മരുന്നില്ലേ, അത് വലിയൊരു അനുഗ്രഹമാണ്, എല്ലാം മറന്ന് ആസ്വദിക്കാനുള്ള അനുഗ്രഹം. പക്ഷെ ഒരുപാടായി കഴിഞ്ഞാൽ മൂക്കിന്ന് രക്തം വരും. സംഭവം ഈ കുടുംബത്തിന് മുഴുവൻ ഇവര് ഡ്രഗ്സ് കൊടുക്കുകയായിരുന്നു. അതാണ് എല്ലാം അബോധാവസ്ഥയിൽ ആൾക്കാരുണ്ടായിരുന്നു. പകുതി ബോധത്തിൽ. അത് ഭക്ഷണത്തിൽ ഇവള് കലർത്തി കൊടുത്തു, കുടിക്കുന്ന പാനീയത്തിൽ കലർത്തി, സാമ്പ്രാണി കലർത്തി. അങ്ങനെ ഈ ഡ്രഗ്സ് കൊടുക്കെ ഇവരെല്ലാം പകുതി ബോധത്തിലായി. ഈ പകുതി ബോധത്തിൽ ഇരിക്കുന്ന ആൾക്കാരോട് എന്ത് പറഞ്ഞാലും അവർക്കത് സത്യമാണെന്ന് തോന്നും, അതിൽ ആനന്ദിക്കും. ഇതാണ് അവർ ഹീറോയുടെ കുടുംബത്തോട് ചെയ്തത്. നിങ്ങൾ എന്തിനാണ് ഇതെന്റെ കുടുംബത്തോട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പുതിയൊരു ട്വിസ്റ്റ് പൊട്ടിക്കുന്നു ആ മുറിയൻ. അവർക്കൊരു സ്പെഷ്യൽ ചൈൽഡിനെ വേണം അവരുടെ പ്രാർത്ഥനയ്ക്ക്. ഇവർക്കൊരു കൾട്ട് സെന്റർ ഉണ്ട്, ഒരു പ്രാർത്ഥനാലയം. അതിലവർക്കൊരു ചൂസൺ ചൈൽഡിനെ വേണം എല്ലാവർക്കും വർഷിപ്പ് ചെയ്യാൻ. ഒരു പ്യൂർ ചൈൽഡ്, എല്ലാം കൊണ്ടും പ്യൂർ ആയിട്ടുള്ള, അന്ധതയോ മൂകതയോ ബധിരതയോ ഒന്നുമില്ലാത്ത പ്യൂർ ആയിട്ടുള്ള ചൈൽഡ്. അങ്ങനെ ഇവർക്ക് കിട്ടിയ ഒരു കുട്ടിയായിരുന്നു ആ ഹയോൺ എന്ന് പറഞ്ഞ മറ്റേ മെക്കാനിക്കൽ റൂമിലെ ആളുടെ കുട്ടി. പക്ഷെ ആ കുഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി. ഇവര് പിടിക്കാൻ ചെല്ലവേ പ്യൂർ ചൈൽഡിനെയാണല്ലോ വേണ്ടത്. ആ കുഞ്ഞ് ചെവിയിൽ കമ്പെടുത്ത് കുത്തി തൻ്റെ ചെവി കേൾക്കാത്ത കുട്ടിയായിട്ട് മാറി. അങ്ങനെ അവർക്ക് ആ കുട്ടീനെ മിസ്സായി. ഇനി അടുത്ത കൊച്ചിനെ വേണം. അങ്ങനെ അവർ തെരഞ്ഞെടുത്താണ് നമ്മുടെ ഹീറോയുടെ കുഞ്ഞിനെ. ഇതേ വീട്ടിൽ തന്നെ ആ കുഞ്ഞിനെ ഇരുത്തി ഇവര് പ്രാർത്ഥനയൊക്കെ ചെയ്ത് അതിനെ തയ്യാറെടുപ്പിലാക്കുകയായിരുന്നു. ഇതെല്ലാം കേട്ട ഹീറോ, എന്റെ മോളെ എങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കൊല്ലോടാ, എല്ലാത്തിനെയും ഞാൻ കൊല്ലോടാന്ന് പറയും. ഇത് കേട്ട മുറിയൻ, നിന്റെ മോള് സന്തോഷത്തോടെ ഇരിക്കുന്നതെന്ന് എനിക്ക് ഇഷ്ടമല്ല, അവൾ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. കുറെ തന്തമാരുണ്ടിങ്ങനെ, തള്ളമാരെക്കാട്ടിലും മോശം. നിന്റെ ഭാര്യ എങ്ങോട്ട് ചെന്നോ അങ്ങോട്ട് നീയും ചെല്ലടാന്ന് പറഞ്ഞ് ഇവൻ കത്തി കൊണ്ട് ഹീറോയെ കുത്താൻ ശ്രമിക്കുന്നു. ഭാഗ്യത്തിന് ഹീറോ അത് തടഞ്ഞ് ഇവര് തമ്മിൽ മൽപ്പിടുത്തവും അടിയും നടക്കുമ്പോൾ ഹീറോ അവനെ കുത്തിവെച്ച ആ ഡ്രഗ്സിന്റെ സിറിഞ്ചനെ എടുത്ത് ഈ മുറിയന്റെ കാലിൽ ആഞ്ഞൊരു കുത്തു കൊടുക്കുന്നു. അവനെ ബോധനിരതനാക്കി ഇവൻ അരബോധനിരതനായി അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാണ്. പോലീസുകാരനെ വിളിച്ച് പറയും, സാർ ഞാൻ വലിയൊരു പിടിപ്പെട്ടിരിക്കുകയാണ്. ആ പ്രാന്തൻ മനുഷ്യന്മാര് എന്റെ കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോകും, എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ചെല്ലൂ. ഇത് കേട്ട പോലീസുകാരൻ, നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ മരിച്ച ആളുടെ വീട്ടിലേക്ക് പോയത്, അത് ഞങ്ങൾ അറിഞ്ഞു. ഇപ്പൊ നിങ്ങളാണ് സസ്പെക്റ്റ് ആയിട്ടിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും. ഹീറോ ഓടി വീട്ടിലേക്ക് എത്തുമ്പോണ്ട് പോലീസുകാരെല്ലാം അവിടെ ഇരിപ്പുണ്ടാവും. തന്റെ അനിയത്തിയുണ്ട്. പോലീസുകാർ പറയും, അനിയത്തി നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ച് വന്നിരിക്കുന്നത്. നോക്കുമ്പണ്ട് ഇവൻ മോളെ തള്ളിവിട്ടതും അനിയത്തിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചതും ഇതെല്ലാം അവള് CCTVയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇവൻ കത്തിയുമായിട്ട് നടക്കുന്നു. ഇവനെ കൊടുക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. നീയാണല്ലേ ഈ വീട്ടിൽ ക്യാമറ സെറ്റ് ചെയ്തത്, അപ്പൊ ഇതെല്ലാം നീ എന്നെ കുഴി ചാടിക്കാനുള്ള പണിയായിരുന്നല്ലേ? ഇങ്ങനെ ഹീറോ ചോദിക്കുമ്പോഴേക്കും ആ ഡോക്ടർ, ഹീറോയെ ചികിത്സിക്കുന്ന ഡോക്ടർ മുന്നോട്ട് കടന്നു വന്നിട്ട് പറയും, അല്ല, ഞാനാണ് ഈ വീട്ടിൽ ക്യാമറ സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. എനിക്കൊരു വർഷമായിട്ട് ഇദ്ദേഹത്തെ അറിയാം, ഞാനാണ് ചികിത്സ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ അവസാന നാളുകളിൽ ഇദ്ദേഹത്തിന്റെ ഡിപ്രഷൻ സിംറ്റംസ് കൂടുകയും വയലന്റ് ആയിട്ടുള്ള പെരുമാറ്റം ഉണ്ടാവാനും തുടങ്ങി. അത് കുടുംബത്തെ ബാധിക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാനാണ് ക്യാമറ സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഈ ഡോക്ടർ പെട്ടെന്ന് പ്ലേറ്റ് മാറിയത് എന്താണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായില്ല. പോലീസുകാർ പറയും, നിങ്ങൾ ചൈൽഡ് അബ്യൂസ് ചെയ്തിട്ടുണ്ട്, ഡൊമസ്റ്റിക് വയലൻസും ഉണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു. ഉടനെ ഹീറോ, സാർ ഇവർ പറയുന്ന വിശ്വസിക്കരുത്, ഇവളെന്റെ അനിയത്തിയേ അല്ല, ഇവരൊക്കെ ഏതോ മന്ത്രവാദത്തിന്റെ അടിമകളാണ്, അവളുടെ പുറത്തൊരു ടാറ്റു ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് കേട്ടുടനെ ദേഷ്യപ്പെട്ട അനിയത്തി എഴുന്നേറ്റ് അവളുടെ വസ്ത്രങ്ങൾ അഴിക്കാൻ തുടങ്ങും. പെട്ടെന്ന് പോലീസുകാർ തടഞ്ഞു നിർത്തുന്നുണ്ട്. വേണ്ട മാഡം, അദ്ദേഹത്തിന് ബുദ്ധിക്ക് സ്വാധീനമില്ലാതെ എന്തെങ്കിലും പറയുന്നെന്ന് വെച്ച് നിങ്ങളത് ചെയ്യരുത്. അങ്ങനെ ഇവൻ പറയുന്നൊന്നും കേൾക്കാതെ ഇവനെ പിടിച്ച് വലിച്ച് കാറിലേക്ക് കൊണ്ടുപോവാണ് പോലീസുകാർ. നമ്മുടെ ഡോക്ടർ ആവട്ടെ ഇവരുടെ തന്നെ കൾട്ടിപ്പെട്ട ആളാണ്. അതാണ് പുള്ളിക്കാരൻ ഒരു ഹുംഹ ചേച്ചിക്ക് കൊടുത്തിട്ട് പോകുന്നു. കാറി കയറ്റിയ ഹീറോയോട് സംസാരിക്കണം എന്ന് യൂജിൻ ആവശ്യപ്പെടും.
ഹീറോ ആണെങ്കിൽ കരഞ്ഞിട്ട് നിനക്ക് എന്താണ് വേണ്ടത്? പണോ? എൻ്റെ കയ്യിലുള്ള എല്ലാം തരാം, ഈ വീട് വേണമെങ്കിൽ നീ എടുത്തോ, നിങ്ങൾക്ക് വേണ്ടത് എന്തും എടുത്തോളൂ, എൻ്റെ കുടുംബത്തെ തിരിച്ചതാ. ഇത് കേട്ട് യൂജിൻ പറയും, നിനക്കാണ് പണം വലുത്, പണമാണെല്ലാം എന്ന് നീയാണ് വിചാരിച്ചു കൊണ്ടിരുന്നത്. മറ്റാരും പറഞ്ഞല്ല, നിന്റെ ഭാര്യ തന്നെ എന്നോട് പറഞ്ഞതാണ്. സംഭവം ഇവർ കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെയായി സാധാരണ വീട്ടില് തന്റെ കമ്പനി വളർത്താൻ വേണ്ടി ഹീറോ രാവും പകലും അധ്വാനിക്കുകയായിരുന്നു. ഭാര്യയെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. അവൾ എന്തു പറഞ്ഞിട്ടും അത് കണക്കിലെടുക്കാൻ കൂട്ടാക്കുന്നില്ല. എപ്പോഴും ജോലി തന്റെ ബിസിനസ് വളർത്തുക എന്നതിലായിരുന്നു അവന്റെ കോൺസെൻട്രേഷൻ. അതിനവൾ ഡിപ്രഷന് മരുന്നൊക്കെ കഴിച്ചിരുന്നു. അങ്ങനെ വിഷമത്തിലിരിക്കുമ്പോഴാണ് ഈ കൾട്ടിന്റെ ഒരു പത്രികയുമായിട്ട് നമ്മുടെ യൂജിൻ ആ പുതിയ അനിയത്തി വരുന്നു. എന്നിട്ട് ഇവളെയും കൊണ്ടുപോകും പ്രാർത്ഥിക്കാൻ. അവൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കൾട്ടിലെ പ്രധാന ലേഡിയാണ് നമ്മുടെ യൂജിൻ. പ്രാർത്ഥനയിൽ ഇവൾക്ക് കുറെ സമാധാനമൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ വിഷമത്തിയിരിക്കുമ്പോൾ എവിടുന്നേലും കുറച്ച് സമാധാനം കിട്ടിയാൽ അത് സന്തോഷമല്ലേ. അങ്ങോട്ട് ചാഞ്ഞു പോകുന്നു മാത്രം. പിന്നെ വലിയ കുഴിയായിരിക്കും. ആ കുഴിയിൽ പെടാതിരിക്കണമെങ്കിൽ സെൽഫായിട്ട് സ്ട്രോങ് ആയിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീറോയുടെ ഭാര്യയുടെ മോളെ ഓഫറിംഗ് ചൈൽഡായിട്ട് ഈ കൾട്ടിലേക്ക് കൊടുക്കാൻ പറ്റുമോ എന്നവർ ചോദിക്കുന്നു. എന്നാൽ അത് ഭാര്യ ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യമായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം കേട്ടുടനെ ഹീറോ, നീ നുണയാണ് പറയുന്നത്, എന്റെ ഭാര്യ എന്നോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും. അത് കേട്ട യൂജിൻ, അതെ, അവള് നിന്നോട് പറയാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ നീ കേട്ടില്ല. സംഭവം ഭാര്യ മരിക്കുന്ന ആ ദിവസം അവളുടെ മോളെ ചോദിച്ചിട്ടും അവരുടെ പ്രാർത്ഥനയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഇവളുടെ മൊബൈലിലേക്ക് മെസ്സേജായിട്ട് ആ കൾട്ടിലെ ആൾക്കാർ അയച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ കാര്യം ഭർത്താവിനോട് ഭാര്യ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ തന്റെ ജോലിയുടെ ഭാഗമായിട്ട് കാറിൽ നിന്ന് പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. ഭാര്യ ആണെങ്കിൽ ഫോൺ എടുത്ത്, നിങ്ങൾ എന്താണ് എന്നോട് ചെയ്തത്? ഞാൻ നിങ്ങളെ വിട്ടു വന്നതല്ലേ, ഇനി എനിക്ക് നിങ്ങളുമായിട്ട് ബന്ധമില്ല, നിങ്ങൾ എന്റെ മനസ്സ് മാറ്റി എന്റെ കുടുംബത്തെ വിട്ടേക്കോ, എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കരുത്, ഞാനിത് എല്ലാവരോടും പറയുന്നു പറഞ്ഞ് ഭാര്യ കാറിൽ നിന്നിറങ്ങി ഈ കാര്യം ഭർത്താവിനോട് പറയാൻ ശ്രമിക്കവെയാണ് അവളെ ഈ കൾട്ടിലെ ആൾക്കാർ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഇത് കേട്ട ഹീറോ, ദ്രോഹി, ഈവിൾ വിച്ച്, നീ നരകത്തിലേക്കേ പോവുള്ളൂടി, എന്റെ കുടുംബത്തോട് നീ ഇങ്ങനെ ചെയ്തു. ഇത് കേട്ട യൂജിൻ പറയും, നീ നിന്റെ കുടുംബത്തിന് വേണ്ടി എത്രയോ ഓടി അധ്വാനിച്ചു, എന്നിട്ട് അവരാരെങ്കിലും നീ പറയുന്നത് കേൾക്കുകയോ നിന്റെ പ്രവർത്തനത്തിൽ സന്തോഷിക്കുകയോ ചെയ്തോ? നീ തന്നെ ഓൾറെഡി നരകത്തിലാണ്, എന്നിട്ട് നീ മറ്റുള്ളവരെ ശപിക്കുന്നു. ഇങ്ങനെ ഡയലോഗും അടിച്ച് അവൾ ഇറങ്ങിപ്പോകും. അത് കഴിഞ്ഞ് പോലീസുകാർ ഹീറോയെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഇവനാണെങ്കിൽ പോലീസുകാരോട്, അവൾ ഇങ്ങനെ പറഞ്ഞു, അവൾ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ കാറിലെ ക്യാമറ ചെക്ക് ചെയ്ത് നോക്ക്, എൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി നോക്ക്, അവിടെ ഒരു ബോഡി കിടപ്പുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കെന്ന് പറഞ്ഞ് പോലീസുകാരെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. പോലീസുകാർ കേൾക്കാൻ തയ്യാറല്ല. ഇവൻ പോലീസുകാരെ പിടിച്ച് വലിക്കാൻ തുടങ്ങും. അവർ കാർ ഓടിക്കുന്ന കൺട്രോൾ പോയി റോഡ് സൈഡ് ബാരിയറിൽ ഇടിച്ച് തെറിച്ച് വണ്ടി സ്റ്റോപ്പായി. പോലീസുകാർക്ക് ബോധം നഷ്ടപ്പെടവേ ഹീറോ കാറിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങും. ഭാഗ്യത്തിന് പോകുന്ന വഴിയെ മറ്റൊരു കാറ് കിട്ടുന്നുണ്ട്. തടഞ്ഞ് അതീ കയറി വീട്ടിലേക്ക് വരികയാണ്. പക്ഷെ ആ സമയത്തിനുള്ളിൽ യൂജിൻ മോളുമായിട്ട് കടന്നു കളഞ്ഞു, മറ്റെങ്ങോട്ടോ കടന്നു കളഞ്ഞു. ഇവിടെ ഹീറോ ഡ്രൈവറോട് റൈറ്റിലേക്ക് പോകൂ, അവിടെയാണ് വീട്, അങ്ങോട്ടാണ് പോണ്ടേന്ന് പറയുമ്പോൾ ഇയാൾ ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു. ഇതെന്താ വഴി മാറിപ്പോയെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, വീട്ടിലേക്ക് പോയിട്ട് എന്തിനാ, അവിടെ ആരുമില്ലല്ലോ എന്ന്. പെട്ടെന്നുണ്ട് ഇവന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ആ മൂകനായ മനുഷ്യൻ അയാൾ പുറകീന്ന് കയറിട്ട് ഇവനെ കഴുത്തി കുരുക്കി കൊല്ലാൻ നോക്കും. അവനെ അടിച്ചിട്ട് ഈ ഡ്രൈവറേയും ചവിട്ടി പുറത്താക്കി ആ മൂകനെ വീണ്ടും കാറിന്റെ ഗ്ലാസ് ഇടിപ്പിച്ച് ബോധം കെടുത്തിയിട്ട് ഹീറോയുടെ ബോധവും പോകുമ്പോൾ അവൻ ആ പഴയ സീനിലേക്ക് വീണ്ടും പോകും, തന്റെ ഭാര്യയുടെ കൂടെ. ഭാര്യയോട് പറയാണ്, ഞാൻ മുന്നിലേക്ക് മാത്രമേ നോക്കിയുള്ളൂ, ക്ഷീണിതനായിരുന്നെങ്കിലും ഓടിക്കൊണ്ടേയിരുന്നു, അധ്വാനിച്ചുകൊണ്ടേയിരുന്നു, നിന്നെ ശ്രദ്ധിച്ചില്ല, മോള് ശ്രദ്ധിച്ചില്ല, പക്ഷെ ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തായിരുന്നു, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തായിരുന്നു. ഒരു നിലയിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ഓടിയതാ, എന്നോട് പൊറുക്ക്, നിങ്ങളുടെ വിഷമം ഞാൻ കണ്ടില്ല, എന്നോട് പൊറുക്ക്. ഭാര്യ പറയും, എനിക്ക് മനസ്സിലാകും, ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മോളെ കണ്ടുപിടിക്കുക, അവളെ സംരക്ഷിക്കും, അവളുടെ അടുത്തേക്ക് ചെല്ലും. ബോധം വന്ന ഹീറോ കാറെടുത്ത് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ വീട്ടിലെ കാറ് പോയ ലൊക്കേഷൻ വെച്ച് താൻ തോന്നുന്നുണ്ട് ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ഈ സമയത്ത് ആ മന്ത്രവാദ ചാപ്പലില് പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. യൂജിനും മോളും ആ ചാപ്പലിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. കാറ് നിർത്തിയിട്ട് മലമുകളിലേക്ക് മോളെയും കൂട്ടി അവൾ നടന്നു പോവാണ്. പുറകെ ഹീറോയും ചെല്ലും. ഈന എന്ന് വിളിച്ചിട്ട്, മോളുടെ പേരും വിളിച്ചിട്ട്. ഇവൻ വന്നതറിഞ്ഞ ഉടനെ അവള് മോളെയും വിളിച്ച് ഓടാൻ തുടങ്ങി. പക്ഷെ ഹീറോ വിട്ടുകൊടുക്കില്ല. പുറകെ ചെന്ന് മോളെ പിടിച്ചു വാങ്ങാൻ നോക്കുമ്പോൾ അവള് കത്തിയുമായി ഹീറോ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഹീറോ പറയും, നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞങ്ങളെ മാത്രം വിട്ടേക്ക്, ഞാൻ ആരോടൊന്നും പറഞ്ഞു കൊടുക്കില്ല, നിന്റെ കുടുംബത്തെ മാത്രം വിട്ടേക്ക്. അത് കേട്ട ലേഡി പറയും, ഞാനായിരുന്നു ഇത്രയും കാലത്ത് പ്യൂർ ചൈൽഡ്, അവർ വർഷിപ്പ് ചെയ്ത് എന്നെയാണ്, ഇനി എനിക്ക് മറ്റൊരു പ്യൂർ ചൈൽഡിനെ കണ്ടുപിടിക്കണം, അതെന്റെ ജോലിയാണ്, അത് ചെയ്തേ തീരൂ, അതെന്റെ കടമയാണ്, അത് ഈ ലോകത്തിന് അനിവാര്യമാണ്. ഇത് കേട്ട് ഹീറോ പറയും, നീ ആ കൾട്ടിന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് ഭ്രാന്ത് പിടിക്കപ്പെട്ട ഒരു ലേഡിയാണ്, ഒരു ബോധം കെട്ട പിരാന്തി, എന്റെ കുടുംബത്തെ വിടടി, ഞങ്ങൾ ജീവിച്ചോട്ടെ. അത് കേട്ട ആ ലേഡി പറയും, ഇതാണ് എന്റെ വീട്, ആ വീട്ടിലേക്കാണ് നമ്മൾ എല്ലാവരും പോകേണ്ടത്, എനിക്ക് ഓർമ്മയുള്ളത് ഈ വീട് മാത്രമാണ്, എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ ചാപ്പലിലേക്ക് എത്തിക്കഴിഞ്ഞു, പിന്നീടെല്ലാം എനിക്ക് ചാപ്പല് മാത്രമാണ്. ഇതും പറഞ്ഞ് അവള് കത്തി കൊണ്ട് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ ഹീറോ അവളെ മടക്കി പിടിച്ച ആ കത്തി തിരിച്ചവളുടെ കഴുത്തി വെക്കവേ യൂജിൻ പറയാണ്, ചേട്ടാ, ബ്ലൂ, നീല നിറമായിരുന്നു ആ ബലൂണിന്, നിങ്ങൾ എനിക്ക് മേടിച്ചെന്ന
ബലൂണിന് നീല നിറമായിരുന്നു. അതിലൊരു ആനയുടെ പടവും ഉണ്ടായിരുന്നു. നിങ്ങൾക്കും എനിക്കും മാത്രം അറിയാവുന്ന കാര്യമാണത്. ഓർത്തു നോക്കാം. ഹീറോ ഓർത്തു നോക്കും. നീല ബലൂൺ, അതിലൊരു ആനയുടെ പടം. അതെ, അതന്നെയാണ് ശരി. അവള് പറഞ്ഞ ശരിയാണ്. ഇവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ. അനിയത്തി പറയും, അന്നെന്റെ കൈ നിങ്ങൾ മുറുക്കെ പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. സാഹചര്യം ഇങ്ങനെ മാറില്ലായിരുന്നു. ഇത് കേട്ടുടനെ ഒരു നിമിഷം ഹീറോയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവനാകെ ഡിസ്റ്റർബ്ഡായി. തല പെരുക്കാൻ തുടങ്ങി. കത്തി താഴിട്ട് അവൻ മാറിയിരിക്കവേ ഇവളാ കത്തിയെടുത്ത് ഇതോടെ സമാധാനം തിരികെ വരുന്നു പറഞ്ഞ് അവനെ കുത്താൻ പോവാണ്. ഈ നേരം അച്ചാന്ന് പറഞ്ഞ് കൊച്ചുമോള് ദൂരേന്ന് വിളിക്കുന്നുണ്ടാവും. നോക്കുമ്പോ കൊക്കയുടെ അരികിലേക്ക് പോയി നിൽക്കാണ് കുഞ്ഞ്. ഒരിത്തിരി പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ കൊക്കയിലേക്ക് വീഴും. ഇവള് കത്തി താഴിട്ട് കൊച്ചിന് പുറകെ ചെല്ലും. മോളെ പോവല്ലേ, എങ്ങും പോവല്ലേ, ആന്റി പറയുന്ന കേക്ക്. അമ്മയുടെ അടുത്തേക്ക് പോകാം, അമ്മയെ കാണിക്കാന്നല്ല ആന്റി പറഞ്ഞത്. ആന്റി കാണിച്ചു തരാം അമ്മയെ, എന്റെ കൂടെ വായോ. അത് കേട്ട് മോള് പറയും, അമ്മ മരണപ്പെട്ടില്ലേ, പിന്നെ എങ്ങനെ ആന്റിക്ക് അമ്മയെ കാണിച്ചു തരാൻ പറ്റും? ആന്റി നുണ പറയാണോ? ഭാഗ്യത്തിന് ഹീറോ ഓടി വന്ന് മോളെ രക്ഷപ്പെടുത്തി. മോളെ പിടിച്ചു മാറ്റവേ ഈ പണ്ടാരപ്പെണ്ണ് വീണ്ടും ഹീറോയെ കുത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ അവള് തന്നെ സ്ലിപ്പായി കൊക്കയിലേക്ക് വീഴും. ഭാഗ്യത്തിന് ഹീറോയുടെ കയ്യിലൊരു പിടുത്തം കിട്ടിയിട്ടുണ്ട്. അനിയത്തി പറയാണ്, ചേട്ടാ കൈവിടല്ലേ, അമ്മ പറഞ്ഞിട്ടില്ലേ കൈവിടാൻ പാടില്ലാന്ന്. അമ്മ പറഞ്ഞായിരുന്നു കൈവിടരുതെന്ന്, നിങ്ങൾ വിടരുത്. ഹീറോ ഒന്നുകൂടി ഓർത്തു നോക്കും. മഞ്ഞ ബലൂണാണ് അന്നവൻ അനിയത്തിക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്ത്. മഞ്ഞ ബലൂണാണ്. നീ പറഞ്ഞത് തെറ്റ് ശിവകാമി, നീ പറഞ്ഞത് തെറ്റ്. ഇനി ആ ബലൂണിന് ഏത് നിറമാണെങ്കിലും, നീ എന്റെ രക്തത്തിൽ തന്നെ ജനിച്ച പെണ്ണാണെങ്കിലും ഒരിക്കലും നിനക്കെന്റെ പെങ്ങളാവാൻ കഴിയില്ല. അതിനുള്ള യോഗ്യത നിനക്കില്ല. അനിയത്തി പറയും, ഇപ്പോ നിങ്ങൾ എന്റെ കൈ വിട്ടാൽ ജീവിതകാലം മുഴുവൻ ആ കുറ്റബോധം നിങ്ങൾക്കുണ്ടാവും. ഹീറോ ഇല്ലാന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ വിടുകയാണ്. അവൾ കൊക്കയിലേക്ക് വീണ് മരണപ്പെടുന്നു. ഹീറോ തിരിച്ചോടി വന്ന് തന്റെ മോളെ കെട്ടിപ്പിടിച്ച് അവളെ എടുത്തുകൊണ്ട് പോവാണ് വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് ന്യൂസാണ് കാണിക്കുന്നത്. പോലീസുകാർക്കെല്ലാം മനസ്സിലായി അവിടെ ഒരു കൾട്ട് നടക്കുന്നു. അതിനുവേണ്ടി അവർ പ്യൂറസ്റ്റ് ആയിട്ടുള്ള കുട്ടികളെ തേടി നടക്കുകയായിരുന്നു. ഓരോ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകും. ചത്തുപോയി കഴിഞ്ഞാൽ അടുത്ത കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകും. ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഉൾപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. ഹീറോ ആണെങ്കിൽ മോളുമായിട്ട് ഹാപ്പി. മോളെയും വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകവേ അവിടെ അമ്മ പൂക്കളൊക്കെ കണ്ടിങ്ങനെ പൂന്തോട്ടത്തിലിരിപ്പുണ്ടാവും. അമ്മ മോനോട് ചോദിക്കും, നമ്മുടെ ശരിക്കുള്ള യൂജിൻ അവളിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവൂല്ലേ? അല്ലടാ, അമ്മയ്ക്ക് ഇപ്പോഴും അവളുടെ ഓർമ്മയാണോ? ഇനി അവളെ കണ്ടുപിടിക്കണോ എന്ന് മോൻ ചോദിക്കവേ, അവൾ ആരാണെങ്കിലും എവിടെയാണെങ്കിലും എന്നും ഈ അമ്മ സ്വന്തം മോളെ ഓർത്തുകൊണ്ടേയിരിക്കില്ലേ? ഞാൻ അമ്മയല്ലടാ എന്നവർ പറയും. അത് കഴിഞ്ഞ് ഹീറോയ്ക്ക് ആ DNA റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് തുറന്ന് വായിക്കാതെ അവനത് കട്ട് ചെയ്ത് നശിപ്പിച്ചു കളയും. അത് അനിയത്തി ആയിക്കോട്ടെ അല്ലായിക്കോട്ടെ, ഇനി അത് അവനെ ബോധറിയാൻ പാടില്ല. അവന് കുറ്റബോധം വേണ്ട. ആ സ്ത്രീ ഇല്ലാതാവുന്നതാണ് അവന്റെ കുടുംബത്തിന് നല്ലത്. അങ്ങനെ സംഭവിച്ചു. പീസ് അവിടെ വെച്ച് ഇൻട്രൂഡർ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ത്രില്ലറോ കോമഡിയോ ഹൊററോ കിട്ടുന്ന പടവുമായിട്ട് ഞാൻ ഓടി വരാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലട്ട് ബസ്.